എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഊട്ടിക്കടുത്തുള്ള ഷോളൂർ വ്യൂ പോയിൻറ്റിലാണ്. താഴേക്ക് നോക്കിയാൽ ഇതേ അഗാധമായ കൊക്കയാണ്. രാവിലെ നല്ല മനോഹരമായ ഒരു കാഴ്ചയാണ് ഞങ്ങളിങ്ങോട്ട് വന്നത്. ഇവിടെ രാവിലെ ക്ലൗഡ് ബെഡ് ഉണ്ടായിരുന്നു. അത് മേഘം ഇങ്ങനെ ബെഡ് പോലെ കിടക്കില്ലേ, അത് പക്ഷെ ഇന്നില്ലായിരുന്നു, നമുക്ക് മിസ്സായിപ്പോയി. ആ കാണുന്ന മലഞ്ചെരുവുകളിലെല്ലാം വീടുകളും ഉണ്ട്, തട്ടുതട്ടായിട്ടുള്ള കൃഷികളുമുണ്ട്. ക്യാബേജും ക്യാരറ്റും ഒക്കെ കൃഷി ചെയ്തിട്ടുണ്ട്. അതായത് താഴെ നല്ല വനമാണ്. ഇവിടെ എല്ലാ മൃഗങ്ങളും ഉണ്ട്. ആനയും കടുവയും കാട്ടുപോത്തും മാനും ഒക്കെ ഇവിടെയൊക്കെ വരുന്ന, നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലത്തൊക്കെ കടുവയൊക്കെ വരുന്ന. ഈ കാണുന്ന വനമൊക്കെ മുതുമല ടൈഗർ റിസർവിൻ്റെ ഭാഗങ്ങളാണ്. വെറുതെയാണ് ഇവിടെ കടുവയൊക്കെ ഉള്ളത്. എല്ലാം ഉണ്ട്. മസിനോട് വഴി ഊട്ടിക്ക് പോകുന്ന വഴിയാണ്, പക്ഷെ ഒന്നും കാണത്തില്ല മഞ്ഞ. ഇതിനപ്പുറം ഈ മലയ്ക്കപ്പുറമാണ് ഊട്ടി. ഒരു മല കയറി ഒരു മല ഇറങ്ങിയാണ് നമ്മൾ ആ വ്യൂ പോയിന്റിലേക്ക് ചെന്നത്. ഇനിയിപ്പോൾ ഈ മല മുഴുവൻ നടന്ന് കയറണം. ഇറങ്ങാൻ നല്ല എളുപ്പമായിരുന്നു. അപ്പോൾ ഈ കാണുന്നതാണ് ഷോളൂർ ഗ്രാമം. രാവിലെ നമ്മൾ വന്നപ്പോൾ ചെറിയ തണുപ്പൊക്കെ ഉണ്ട്. ഇപ്പോൾ തണുപ്പൊക്കെ പോയി വെയിൽ തെളിഞ്ഞപ്പോൾ തന്നെ. അപ്പോൾ അത് നമ്മളത് ആ കാണുന്ന മലയുടെ മുകളിലാണ് ഇപ്പോൾ കയറിയിട്ട് വന്നത്. അപ്പോൾ അങ്ങോട്ട് പോയപ്പോൾ തണുപ്പ് കാണാമെന്നൊക്കെ ഓർത്ത് കോട്ടൊക്കെ ഇട്ടുകൊണ്ട് പോയപ്പോൾ ചെറിയ തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ തണുപ്പൊക്കെ മാറി. ഇതല്ലേ ആ മലഞ്ചെരുവിൽ കൂടെ എല്ലാം കൃഷികൾ. ഇത് ഇവിടെയൊക്കെ താഴെ കൃഷിയുണ്ട് കേട്ടോ. കൂടുതലും ക്യാരറ്റാണ് കൃഷി ചെയ്തേക്കുന്നതെന്ന് തോന്നുന്നു. ക്യാരറ്റും ക്യാബേജും. കിളികളുടെ കളകളം മാത്രം, കളകളാരവം. അപ്പോൾ ഇന്നലെ രാത്രി നമ്മളിത് ഈ മലഞ്ചെരുവിൽ കൊണ്ട് നമ്മുടെ വണ്ടി ഇട്ടിട്ടാണ് കിടന്നുറങ്ങിയത്. അപ്പം രാവിലെ ഇനി എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കണം. അപ്പോൾ പുത്തേ ട്രാവലോൻ്റെ ഊട്ടിയിലെ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരാൾ രാവിലെ എണീറ്റ് ഞങ്ങളുടെ കൂടെ തണുപ്പൊന്നും അടിക്കാൻ വരാൻ കഴിയാത്തതുകൊണ്ട് ഇവിടെ ഇരുന്നു. ചോറും കറിയൊക്കെ എന്താ? ആദ്യം കാപ്പി ഉണ്ടാക്കണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ടല്ലായിരുന്നോ ചോറ്? ബ്രേക്ക്ഫാസ്റ്റ് ഉച്ചക്ക് ചോറ് എങ്ങനെയും ഉണ്ടാവും. കാപ്പി എങ്ങനെ രാവിലത്തെ തുടക്കം തന്നെ? രാവിലെ ഒന്നും വേണ്ടല്ലോ. അല്ല, വേണം. ഇവിടെ ആദ്യമേ നമുക്കൊരു കടുങ്കാപ്പി കുടിക്കാം. കടുങ്കാപ്പി കുടിച്ചിട്ടേ ചെറുതായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കഴിച്ചിട്ട് അങ്ങ് പോവാം. വലിയ കപ്പ, അതുകൊണ്ട് 1/2 ഗ്ലാസ് കാപ്പി ഒഴിക്കുന്നത് കേട്ടോ. തണുപ്പിക്കണ്ട, തണുപ്പിച്ചൊന്നുമില്ല, പഞ്ചസാര നൽകാൻ വേണ്ടി മാത്രം. ഇവിടെ നമ്മുടെ കൂടെ 2 പേരും കൂടെ ഉണ്ട്. ഒരു കടുങ്കാപ്പി കുടിച്ചു രാവിലെ നമുക്ക് നല്ല നാടൻ ഏത്തപ്പഴം പുഴുങ്ങിയത് കഴിക്കാം. ചായ ഏത്തപ്പഴം പുഴുങ്ങിയത് അതേ ഉള്ളൂ ഇന്ന്. അതേ ഉള്ളൂ, അത് പോരെ. മുട്ട റെഡി, ഏത്തപ്പഴം പുഴുങ്ങിയത് റെഡി, ചായയും റെഡി. ചായ നല്ല ഇഞ്ചിയൊക്കെ ഇട്ട ചായ എടുത്തേക്കുന്നത്. അധികം തണുപ്പിക്കണ്ട. അതൊക്കെ നമ്മുടെ ക്യാമറമാൻ വീശണം. നിനക്ക് ചായ ഇല്ല. അല്ല, ഞാൻ അപ്പോൾ എല്ലാവരും റെഡിയായി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. ഇനി നമുക്ക് പോവാം. ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല, അടുത്ത സ്ഥലത്തേക്ക് പോവാം. പ്രകൃതി സുന്ദരമായ അടുത്ത സ്ഥലത്തേക്ക്. അവിടെ നിന്ന് നേരെ ഇറക്കി ഇങ്ങോട്ട് കയറ്റാൻ എളുപ്പമായിരുന്നു. നീ മുന്നോട്ട് പോകണമെങ്കിൽ കുറച്ച് റിവേഴ്സ് എടുക്കണം. ഇവിടെ ഇതെല്ലാം ഇലക്ട്രിക് ഫെൻസിങ്, ആന വരുന്നതുകൊണ്ട് ഇട്ടേക്കുന്ന. അതെ, ഇപ്പൊ ഇത് ചാർജ് ചെയ്തിട്ടില്ല, വൈകുന്നേരം ആയിരിക്കും ഇത് ഓണാക്കുന്നത്. കറണ്ട് തൊട്ട് നോക്കിയോ? ഓ, നിന്റെ ധൈര്യം സമ്മതിച്ചു തന്നേക്കുന്നു. ഇവിടെ എല്ലാം ടെറസ് ഫാമിംഗ്. അതെ, ഞാനോർത്ത് ടെറസ കൃഷി ചെയ്യുന്നതിനായിരിക്കും പറയുന്നത്. ഇവിടുത്തെ ടെറസാ. സ്റ്റെപ്പ് ഫാമിംഗ് എന്ന് പറയാം, സ്റ്റെപ്പ് പോലല്ലേ. എന്നാ അങ്ങനെ പറഞ്ഞാ പോരെ. ഇതുണ്ടോ, ഇതെല്ലാം ഇവിടെ മൃഗങ്ങൾ കയറാതിരിക്കാൻ വേണ്ടിയിട്ട് ഇട്ടേക്കുന്നതാണ്. ഫെൻസിങ്, ഇലക്ട്രിക് ഫെൻസിങ്. ഒരു പടുതാക്കളവും ഉണ്ട്. നല്ല കുത്ത് കയറ്റം. ഇനി അങ്ങോട്ട് ഇന്നലെ ഇങ്ങോട്ട് വന്നപ്പോ കിടന്ന് ഉറങ്ങുമല്ലായിരുന്നു? അതെ, ഒന്നും അറിഞ്ഞില്ല. കുത്ത് കയറ്റമെന്ന് തന്നെയല്ല, നല്ല 2-3 വളമുണ്ട്. വീതിയും കുറവാ. റിവേഴ്സ് എടുക്കാതെ കയറി പോകാൻ. ഒന്ന് ഇതാണ്, ഫുള്ള് ലെഫ്റ്റ് ചേർന്നിട്ട് അങ്ങ് പിടിച്ചാൽ മതി. പോട്ടെ, അപ്പം ആ റൈറ്റ് സൈഡ് നോക്കണേ. പോട്ടെ, പുറോട്ട് പോട്ടെ. ചേട്ടാ ബായിക്ക് പോയിട്ട് ചേട്ടാ ആ സൈഡ് ചേർന്നോ? ഫുൾ റൈറ്റ്. പോട്ടെ. ഇനി ഒരു കയറ്റം കൂടെ ഉണ്ട് കേട്ടോ. ഇതൊരു പ്രത്യേക എക്സ്പീരിയൻസ് ആയിരിക്കും.
ഇത് ഇച്ചിരി കൂടെ കുത്തുകയറ്റമാണ്. ഫുള്ള് റൈറ്റ് സൈഡ് ചേർന്ന് വേണം കയറാൻ ഇടത്തേക്ക്. നല്ല കുത്തുകയറ്റം ഇതുണ്ട്. സൈഡ് നോക്കി റൈറ്റ് സൈഡ് ഇച്ചിരി കൂടെ കയറി പോരെ. പറ്റേ പറ്റേ വരട്ടെ 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 കയറി പോരെ ഇച്ചിരി കൂടെ. ഫുള്ളടി ഫുള്ളടി വരട്ടെ 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 വന്നു 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 വരട്ടെ 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 എടുത്തോ എടുത്തോ കുഴപ്പമില്ല കുഴപ്പമില്ല വരട്ടെ. അപ്പം 3 കഠിനമായ വളവുകളായിരുന്നു. അതെ അതെ, ഇതൊരു വളവാട്ടോ. ഇറു പോലത്തെ വളമൊക്കെ അല്ലേ? 3 അല്ല 4 വളം ഉണ്ടായിരുന്നു. ഇന്നലെ ഇറങ്ങിപ്പോയതും വലിയ പാടുപെട്ടാ. അതെ അതെ, രാത്രിയില് ആ പൂവിന്റെ കളറ് കണ്ടോ? അതെ. ക്ലച്ച് പെടലേ ഇടയ്ക്ക് ഇപ്പൊ അവിടെ കുത്തുകയറ്റം എടുത്തപ്പോ അവിടെ പൊങ്ങാതെ ഇങ്ങനെ അരിച്ച്. അത് ഇന്നലെ രാത്രിയിൽ ഞാൻ റിവേഴ്സ് എടുത്തപ്പോഴും വന്നു. ഞാൻ വിചാരിച്ചു ഞാൻ ക്ലച്ച് ചെയ്ത് കാലെടുത്തല്ലോ, പിന്നെന്താ റേസിംഗ് പറയാത്തെ? അതൊരു സൗണ്ട് കേട്ടല്ലേ? അതാ റേസ് ആയിട്ട് നിന്നത്. അത് എരപ്പതാ കൂടി. അത് ഇന്നലെ ഞാൻ റിവേഴ്സ് എടുത്തപ്പോഴും അങ്ങനെ പറ്റിയായിരുന്നു. അത് ചിലപ്പോ ക്ലച്ച് പെഡൽ എവിടെയെങ്കിലും ഉടക്കുന്നുണ്ടെങ്കിലൊക്കെ വരും. ഇനി അതാ കണ്ടവൻ റേസ് ചെയ്ത താങ്ങിയല്ലേ അവിടെ എടുക്കാൻ പറ്റുള്ളൂ, ഇല്ല കയറിയല്ല. ഇവിടെ കുറച്ച് തേയിലത്തോട്ടങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ ഒത്തിരി ഇല്ല കേട്ടോ. ഷോളൂർ ഗ്രാമമാണ് ആ കാണുന്നത്. നല്ല ഇറക്കവും നല്ല കയറ്റവും ചെറിയ വഴിയും വലിയ വണ്ടിയും. അതെ വലിയ വണ്ടിയും. ഇവിടുത്തെ വീടുകളെല്ലാം കണ്ടോ നല്ല കളർഫുള്ളാ. അമ്പലങ്ങളും അങ്ങനെയല്ലേ ഇവിടുത്തെ? ഇത് കണ്ടോ ചേട്ടാ, ഈ താഴെ ഒരു ഗ്രേ കളർ കാണുന്നുണ്ടോ? അയ്യോ അതെന്ത് സാധനാ? മരുന്നടിച്ചേക്കുന്നാണോ? അല്ല, വേറെ എന്തോ. ഇത് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അപ്പൊ ഇവിടെ വെച്ച് 2 അണ്ണന്മാരെ കണ്ട് അവരോട് ചോദിച്ചു അതെന്താ സംഭവം. അപ്പൊ അത് കൂടുതലും ഡെക്കറേഷൻ ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന ചെടിയാ. പിന്നെ അതിൽ നിന്ന് എന്തോ ഈ നമ്മുടെ യൂക്കാലി എടുക്കുന്ന പോലെ തന്നെ എന്തോ സെന്റ് എടുക്കുമെന്ന് പറഞ്ഞു. അതിന്റെ പേര് അവരും ഓർക്കുന്നില്ല, അറിയത്തില്ല, മറന്നുപോയി. ഇങ്ങേർന്ന് ഫുള്ളാ ലെഫ്റ്റ് തിരുമ്പണം, ഫുള്ള് റൈറ്റ് സൈഡ് ചേർന്ന് പോട്ടെ. പുരിയില്ലേ? വലത് സൈഡ് ചേർന്ന് ഇടതൊടിച്ചോ ഫുള്ള്. എന്നോട് ലെഫ്റ്റ് തിരുമണോന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ തിരുമണോന്നല്ല തിരുമ്പണോന്ന് പറഞ്ഞേ. അപ്പൊ ഇനിയിപ്പോ നമ്മള് കുറച്ച് ദൂരോടെ ചെറിയ വഴിയാണെന്നുള്ളതേ ഉള്ളൂ. പ്രശ്നബാധിത മേഖലകളെല്ലാം കഴിഞ്ഞു. ഇങ്ങോട്ട് ഒത്തിരി ബസ്സുകളൊന്നും ഇല്ലെന്ന്. ബസ് കുറവാ. അതുകൊണ്ട് നല്ല തിരക്കാ. ഊട്ടിക്ക് 18 കിലോമീറ്റർ ഇവിടുന്ന്. താഴെ കൃഷിസ്ഥലങ്ങളിലൊക്കെ അക്കമാരൊക്കെ ഇരുന്ന് പണിയുന്നുണ്ട്. ഉള്ളി കൃഷിയൊക്കെ ഉണ്ട്. ഇവിടെ സവോള ഉള്ളിയൊക്കെ ഉണ്ട് കേട്ടോ. സവോള ആയിരിക്കും, ഉള്ളി ആയിരിക്കും, ചെറിയ ഉള്ളി അതായിരിക്കും. അതും ഇതുണ്ട്, ക്യാരറ്റും കുറേയുണ്ട്. ക്യാരറ്റും കാബേജും ഒക്കെ ഇഷ്ടം പോലെ കൃഷി ചെയ്യുന്നുണ്ട് ഇവിടെ. ഒരു മൺവീട്. ഓരോ മലയിലും ചെറിയ മൊട്ടക്കുന്നുകളിലും ഓരോ ഗ്രാമങ്ങളാണ്. കണ്ട അവിടെ നോക്കി എന്ത് വീടുകളാന്ന് നോക്കി. അതെങ്ങനെയാ? വീടുകൾ ഉള്ളിടത്ത് വീടുകൾ മാത്രം, കൃഷി ചെയ്യുന്നിടത്തെല്ലാം കൃഷി സ്ഥലങ്ങളും. ഇതെല്ലാം ഉള്ളി കൃഷിയാണ്ടോ? ചെറിയ ഉള്ളി. ഇതൊക്കെ നല്ല വിളവാ. ബായിക്ക് ചാടിപ്പോരുത് കേട്ടോ. പുറകെ 2 ടയർ ഉണ്ടെന്ന് ഓർമ്മ വേണം. വണ്ടിക്ക് ഇത്തിരി നീളവും കൂടുതലുണ്ടെന്ന്. ഈ സാധനമാണ് നമ്മൾ താഴെ കണ്ടത്. അത് മരമാകുന്നു കേട്ടോ. ഇങ്ങോട്ട് തേയിലൊക്കെ ഉണ്ട്, തേയില കൃഷിയാ. അതിനാണോ? അതിപ്പോ മഴക്കാലം അല്ലേ, മഴക്കാലം തുടങ്ങുമായതുകൊണ്ടാ. അതുകൊണ്ട് വെട്ടി വിട്ടാക്കുന്നതായിരിക്കും. നേരെ പെട്ടെ നേരെ പെട്ടെ, നമുക്ക് നേരെയാ. വേണ്ട വഴി കിടക്കുന്നുണ്ടോ? മോളിൽ കൂടെ നമുക്ക് പോകണ്ടേ. ഇതല്ല, ഇതെല്ലാം ഏതെങ്കിലും എസ്റ്റേറ്റിലെ ലയമാണെന്ന് തോന്നുന്നു. എസ്റ്റേറ്റിന്റെ അവിടുത്തെ തൊഴിലാളികൾ താമസിക്കുന്ന വീടുകളാണ്. ഇപ്പൊ ഇവിടെയൊക്കെ കണ്ടാലും നമ്മൾ ഇടുക്കി കൂടെ യാത്ര ചെയ്യുന്ന പോലെ ഉള്ളൂ. അത്രേ ഉള്ളൂ. ഇതൊരു ടീ ഫാക്ടറിയാ. ഊട്ടിയും പരിസര പ്രദേശങ്ങളും എല്ലാം പ്ലാസ്റ്റിക് നിരോധിത മേഖലയാ. അതുകൊണ്ടല്ലേ നമ്മള് കയറി വന്നിടത്തെല്ലാം ടോളില് അവർ ചെക്ക് ചെയ്യുന്നുണ്ടല്ലോ. തമിഴ്നാട്ടിലെ ആനവണ്ടി. തമിഴ്നാട്ടിലാണ് ഇവരെല്ലാം കൊളുന്തെടുക്കുന്ന ആൾക്കാരാ. അക്കാമാരൊക്കെ കൊളുന്ത് ഉള്ളിൽ കൊണ്ട് വെച്ചേക്കുന്നുണ്ടോ? ഈ കൂടെ മേഘാലയയിലും ആസാമിലും ഒക്കെ കഴിഞ്ഞ നമ്മൾ ഇവിടെ കാണുന്നത് കേട്ടോ. അതെ അതെ,
ഇച്ചിരി ഷേപ്പ് വ്യത്യാസം ഉണ്ടെന്നുള്ളേ ഉള്ളൂ. ഇത് പഴയൊരു ബിൽഡിംഗ് പോസ്റ്റ് ഓഫീസ് ആണോ? അല്ല, ഇത് ഹോസ്പിറ്റലാണോ? ഈ എസ്റ്റേറ്റിലെ ഹോസ്പിറ്റലായിരിക്കും കേട്ടോ, ഡിസ്പെൻസറി വല്ലതും ആയിരിക്കും. ആംബുലൻസ് കിടക്കുന്നതല്ലേ. ഒക്കെ ഒരുപാട് കാലം പഴക്കമുള്ള ബിൽഡിങ്ങാണ്. എനിക്ക് തോന്നുന്നത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് നിർമ്മിച്ചതായിരിക്കും. കല്ല് കെട്ടിയ ബിൽഡിംഗ് അത്. താഴെ കണ്ട പോലല്ലേ ഇവിടുത്തെ തേയിലത്തോട്ടം കണ്ടോ? നല്ല അടിപൊളി തേയിലത്തോട്ടം. വലിയ എസ്റ്റേറ്റാ. അല്ല, ഇപ്പൊ നമ്മൾ കയറി വന്നിടാൻ നല്ല രസമാണ്. ആ, ഏറ്റവും അങ്ങ് താഴെ അധികം കൃഷി ഇല്ലാത്തോളം തേയില കൃഷി. ഏറ്റവും താഴെ തേയിലല്ലോ, തേയിലയല്ല, അല്ലാത്ത കൃഷികളാണ് കൂടുതലും, പച്ചക്കറി കൃഷികൾ. ഈ യൂക്കാലിയൊക്കെ ഉണ്ടോ? എത്ര വർഷം പഴക്കമുള്ള, എന്നാ വേണമെന്ന് നോക്കിയേ. പേപ്പർ ഉണ്ടാക്കാൻ യൂസ് ചെയ്ത. ആ, രണ്ടുപേര് പിടിച്ചാലും എത്തുകയല്ല, അത്ര വണ്ണം ഉണ്ടായിരിക്കും. വെള്ളിലാവും ഇത് ഒരുപോലാണല്ലോ ഇരിക്കുന്നത്. ആ, വെള്ളിലാവ് ഇതുപോലെ ഇരിക്കും, പക്ഷെ ഇതല്ല, ഇത് യൂക്കാലി. വെള്ളിലാവേ പാലായിലുള്ള സ്ഥലത്തിന്റെ പേരില്ല. വെള്ളിലാവോ? അല്ല, മൂന്നിലാവല്ലേ? വെള്ളിലാവ് ഒരു തടിയാണ്. മൂന്നിലവാണ് അത്. മൂന്നിലവ്. ആ കാണുന്ന എല്ലാം എസ്റ്റേറ്റ് ലയങ്ങളാണ്. എസ്റ്റേറ്റിലെ തൊഴിലാളികൾ താമസിക്കുന്ന വീടുകളാണ്. റോഡിന്റെ സൈഡിൽ നിൽക്കുന്ന മരങ്ങളുടെയൊക്കെ വണ്ണം കണ്ടോ? ഇതുണ്ടോ? ഇത് ഒത്തിരി വർഷം പ്രായമുള്ള മരങ്ങളാണ്. അതിനൊക്കെ എത്ര, ഒരു 500 വർഷം പ്രായം കാണും. അത്രയ്ക്ക് വണ്ണമുണ്ട്. മരമുത്തച്ഛനാ. അല്ല, മുത്തശ്ശിയാണെങ്കിലോ? ആ, അതറിയത്തില്ല. മുത്തച്ഛനോ മുത്തച്ഛയോ? അല്ല അല്ല, ഇതാ ഫൈൻ ഫോറസ്റ്റ് ആയത്. ഇതിന്റെ ഇലയാണ് ഈ പൊഴിഞ്ഞു കിടക്കുന്നത്. അതല്ലേ നല്ല മെത്ത പോലെ കിടക്കും. അല്ലേ, അത് തന്നെയല്ലേ. കാടുണ്ട്, അതുകൊണ്ട് ഇതിനകത്തോട് ഇറങ്ങി നടക്കാൻ പാടാ കേട്ടോ. നമ്മുടെ അവിടെയൊക്കെ പൈൻ ഫോറസ്റ്റിനകത്ത് വേറെ ഒന്നും ഇല്ലല്ലോ. ഇല്ല. ഷീപ്പ് ബ്രീഡിംഗ് റിസർച്ച് സെന്റർ, റിസർച്ച് സ്റ്റേഷൻ. സോറി. അപ്പോൾ നമുക്ക് കുറച്ച് പനന്നങ്ങ് മേടിച്ചിട്ട് പോവാം. ഇത് നല്ലത് നോക്കി. വലുതാണോ ചെറുതാണോ അല്ലേ ചേച്ചി? അതെ, ഇവിടുത്തെ ആരോട് ചോദിക്കാം, അറിയാവുന്ന. അതെ, എല്ലാം നല്ലതാന്നേ പുള്ളി പറയുള്ളൂ കേട്ടോ. അത് ജ്യൂസാന്നാ പറഞ്ഞേ. പനയുടെ ജ്യൂസാണ്. ആദ്യം നീ കുടിച്ചു നോക്ക്. പൂസാന്നത് വേറെ സാധനം ഉണ്ട്. ഓ, അതിൻ്റെ കൂടെ ഒന്നും ആവില്ല. എന്തേലും വയറിന് പ്രശ്നം ഉണ്ടെങ്കിൽ ചൂടിനൊക്കെ നല്ലതാണ്. ഇല്ല, തമിഴ് നല്ല പുരിയ അവനക്ക്. അതെ, കോയമ്പത്തൂർ തമിഴ് താമ്പൂരി. കുടിക്ക്, ട്രൈ ചെയ്യ്. വേണോ? കരിക്കും വെള്ളം പോലെ. കരിക്കും വെള്ളം, മറ്റേ കരിക്ക് ജ്യൂസ് പോലെ. நல்லா இருக்கா? நல்லா இருக்கு. ഭയങ്കര മധുരം അതിന്. നല്ല മധുരമാ. നല്ല മധുരം ഇടുന്നതായിരിക്കും. മധുരം ഇടുന്നല്ല ആണെന്ന് പറയുന്നു. ഞാനത് മധുരം ഇട്ടതാണോന്ന് ചോദിച്ചപ്പോ പുള്ളിയില്ലേ, ആ തമിഴിലുള്ള ഒരു ലിതിങ് എടുത്തത്. എന്നത്? അവര് ന്യൂസ് വന്നേക്കുന്ന പേപ്പറിനകത്ത് വന്നേക്കുന്ന പനയെന്ന് എടുക്കുന്ന എന്നൊക്കെ പറഞ്ഞിട്ടുള്ളേ. ഇത് പശു പോന്നുണ്ടോ? പശുവാണോ? അത് എരുമയല്ലേ? എരുമയോ പോത്തോ? പോത്ത്. കാട്ടുപോത്താണോ? കാട്ടുപോത്തല്ല. അല്ല, ഇവര് വളർത്തുന്നതാണോ ഇത്? ആര് വളർത്തുന്ന? അത് ഓരോ ആൾക്കാർ ഇവിടെ വളർത്തുന്നതാ. ആ, വെള്ളറി പിടിച്ച് നടക്കാണല്ലോ. അതെ. ഇനി നമ്മളെ നേരെ ഊട്ടിയിലേക്ക്. ഊട്ടി ചെന്നിട്ട് നമുക്ക് എങ്ങോട്ടാ പോണ്ടേ? അടുത്ത ഹിൽ സ്റ്റേഷനായ കോത്തഗിരിയിലേക്ക്. അതെ, നമ്മൾ ഊട്ടിയിലെ പൈൻ ഫോറസ്റ്റിലെത്തി. ഇതിലെ താഴേക്ക് ഇറങ്ങി പോണം. ഇവിടെ ടിക്കറ്റ് കൗണ്ടർ ഒക്കെ ഉണ്ട്, എൻട്രി ഫീ ഒക്കെ ഉണ്ട്. ഇന്ന് പിന്നെ വർക്കിംഗ് ഡേ ആയതുകൊണ്ടേ വലിയ തിരക്കില്ല. ചുമ്മാ അതിലെ അങ്ങ് ഇറങ്ങി നടക്കണം. പക്ഷെ ഇവിടെ ഇതങ്ങ് ഇത്ര തിക്കല്ലേ? നമ്മൾ മുമ്പേ വന്ന വഴിക്കത്തെ ഇതിലും നല്ല പൈൻ ഫോറസ്റ്റ്. അത് തിക്കായിട്ടൊക്കെ തോന്നും. നല്ല മഴയും കോടമഞ്ഞും ഒക്കെ ഉണ്ടെങ്കിൽ തിക്കായിട്ട് തോന്നും. സമുദ്രനിരപ്പിൽ നിന്നും 7350 അടി ഉയരത്തിലാണ് ഊട്ടി സ്ഥിതി ചെയ്യുന്നത്. തമിഴ്നാട്ടിലെ നല്ല അടിപൊളി ഒരു ഹിൽ സ്റ്റേഷനാണ് ഊട്ടി. ഇവിടെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഊട്ടിയിലും പരിസര പ്രദേശങ്ങളുമായിട്ട് കാണാൻ. ഊട്ടിയും കൊടൈക്കനാലും അടിപൊളിയാണ്. അതെ. അല്ല, അതൊക്കെ കഴിഞ്ഞ് കുറെ സ്ഥലങ്ങളുണ്ട്. കൊടൈക്കനാൽ ഊട്ടി തന്നെയല്ല, ഇതിന്റെ ഔട്ടർ ഏരിയകൾ കുറെ ഉണ്ട്. ഈ സ്ഥലപ്പേരാണ് തലക്കുന്ത. ഇവിടെ പൊക്കാപുരം, മസിനഗുഡി, മുതുമലൈ, മൈസൂർ. അതിലെയൊന്നും വണ്ടി ഇപ്പം വിടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഹെവി വെഹിക്കിൾസും അല്ല, ടൂറിസ്റ്റുകളുടെ വണ്ടി ഇപ്പം വിടുന്നില്ലെന്ന് തോന്നുന്നു. കുറെ നിയന്ത്രണങ്ങളുണ്ട് അവിടെയൊക്കെ. ഇവിടെ ഒക്കെ പല സിനിമയ്ക്കകത്തും ഉണ്ട് ഇത്, ഈ ഒരു സീനറി. പണ്ട് കിലുക്ക സിനിമ കാണുമ്പോൾ അല്ലെ, കിലുക്ക സിനിമയാണ് ഊട്ടി എന്ന് പറയുമ്പോൾ ഓർമ്മ വരുന്നത്.
കൊട കൊട കൊട. കോവർ കഴുത ഇല്ലല്ലോ അല്ലേ? അതിന്റെ ഒരു കഴുതയാ. അത് തന്നെയാണ്. ഈ മരങ്ങളൊക്കെ എത്ര വയസ്സുള്ളതായിരിക്കും അല്ലേ? കിലുക്കം മാത്രല്ല, ചിത്രം സിനിമയൊക്കെ ചിത്രം, അതായത് 100 ഡേയ്സ് ഓടിയ പടങ്ങൾ മാത്രം അഭിനയിച്ച മരങ്ങളാ ഇതെല്ലാം. ആ കാണുന്ന ഊട്ടിയിലെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജാ. തമിഴ്നാട്ടിലെ നീലഗിരി ഡിസ്ട്രിക്റ്റിലാണ് ഊട്ടി സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ മലനിരകളുടെ റാണി എന്നാണ് ഊട്ടി അറിയപ്പെടുന്നത്. ഇതെല്ലാം പിന്നെ കോട്ടേജുകളൊക്കെ കേട്ടോ. ഇവിടെ ഇഷ്ടം പോലെ കോട്ടേജുകളുണ്ട്, ഇഷ്ടംപോലെ ടൂറിസ്റ്റുകൾ വരുന്ന. ഊട്ടിയുടെ ഔദ്യോഗിക നാമമാണ് ഉദകമണ്ഡലം. ഇതുകൊണ്ട് അങ്ങോട്ട് നോക്കിയേ, അവിടെ കാണുന്ന എല്ലാ ഉരുളക്കിഴങ്ങ് കൃഷി. അതാ തമിഴകം റോഡ്, കൂനൂർ നേരെ, കോയമ്പത്തൂർ നേരെ. ഊട്ടിയിൽ നിന്ന് ആ കാണുന്ന എല്ലാം വീടുകളല്ലേ? എല്ലാം വീടുകളാണ്. ഹോം സ്റ്റേകളൊക്കെ കാണും. ഈ മലഞ്ചെരിവ് കൂടെ വീടുകൾ ഇരിക്കുന്ന കാണാൻ നല്ല രസമാണ്. പക്ഷെ നമ്മൾ ഹിമാചലിൽ അങ്ങോട്ടൊക്കെ പോകുമ്പോഴേ ഭയങ്കര കുത്തനെയുള്ള മലകളല്ലേ. ആ സൈഡിൽ നമ്മൾ ഇപ്പോൾ ഡാർജിലിംഗൊക്കെ പോയി, ആ ടൗണൊക്കെ ഇങ്ങനെ ഫുള്ള് കുത്തനെയുള്ള മലനിരകളിലെ വീട്, പക്ഷെ ചെറിയ ഒട്ടക്കുന്നുകളതെ. ഊട്ടിയിൽ ഇവിടെ മെയിനായിട്ട് കാണാനായിട്ട് ബൊട്ടാനിക്കൽ ഗാർഡനും ലേക്കും ഒക്കെ അല്ലേ ഉള്ളൂ. ലേക്ക്, റോസ് ഗാർഡൻ, പിന്നെ ഒരു വാട്ടർഫോൾസ്, പിന്നെ ഈ മലനിരകളൊക്കെ ഇവിടുത്തെ പ്രകൃതി ഭംഗി. ഇവിടുന്ന് ഇച്ചിരി ഡീസൽ അടിച്ചോണ്ട് വാ. ഇവിടെ 101 രൂപ 58 പൈസ, പെട്രോളിന് 109 രൂപ 83 പൈസ. പെട്രോളും ഫുള്ള് ചെയ്തു. ഡീസൽ ഫുൾ ചെയ്യുന്നുണ്ടോ? ഡീസൽ ഫുള്ള് ചെയ്യണ്ട, 100 അടിക്കാം. ഈ ട്രാക്ടർ ഉണ്ടോ? 4x4 ആണ്. ഫ്രണ്ട് ഹൗസിംഗ് ഉള്ളതാ, വലിയ ടയറും. പുതിയതാ കേട്ടോ, പുതിയ ട്രാക്ടറാണ്. പോയേക്കാം. ഇതെല്ലാം ഊട്ടിയുടെ ഭാഗങ്ങളാണ്. ഊട്ടിയിലെ ആ പമ്പൊക്കെ ചെറിയ പമ്പാണ്, എന്നാ വെച്ചാൽ അധികം പാർക്കിംഗ് സൗകര്യം ഇല്ല. നേരെ നേരെ ഉദകമണ്ഡലം. ഇപ്പം നമ്മൾ ഊട്ടിയിലെത്തി, ഉദകമണ്ഡലത്തെത്തി. ഉദകമണ്ഡലം കളക്ടറേറ്റ്, ഗവൺമെന്റ് ഓഫീസുകളെല്ലാം റൈറ്റ് സൈഡിലായിരുന്നു. കോട്ടഗിരി ബൊട്ടാണിക്കൽ ഗാർഡൻ, കൂനൂര് ടൂറിസ്റ്റ് ഓഫീസ് റൈറ്റിലേക്ക്. നമുക്ക് കോത്തഗിരിയാണ് പോകണ്ടേ. കോട്ടഗിരിന്നും കോത്തഗിരിന്നും എഴുതിയിട്ടുണ്ട്. ഇതുണ്ട്, ഇത് ഈ ബിൽഡിംഗ് ഉണ്ട്, 1896 ബിൽഡിംഗ്. അത് ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ള ഒരു പള്ളിയാണ്, യൂണിയൻ ചർച്ച്. കോത്തഗിരി റൈറ്റ്, കൂനൂർ, കോയമ്പത്തൂർ. നമുക്ക് ഇവിടുന്ന് റൈറ്റ് തിരിയണം. ഇവിടുന്ന് കോയമ്പത്തൂർ മേട്ടുപ്പാളയൊക്കെ അതിലേ പോകണം. ഇവിടുന്ന് നമ്മൾ തിരിയുകയാണ്. ദൊഡബെട്ട പീക്ക് 7 കിലോമീറ്റർ. കോതഗിരി 27 കിലോമീറ്റർ. തമിഴ്നാട്ടിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി അത് ദൊഡബെട്ട പീക്ക്. അതൊരു കന്നഡ പേര് പോലെ ഇരിക്കുന്നു. കർണാടക ബോർഡറിലല്ലോ ആയിരിക്കും. ഈ വഴിക്കും കോയമ്പത്തൂർ പോവാം. ഉദകമണ്ഡലം നഗരാച്ചി. ഇതുണ്ട്, ഇവിടെ കോത്തഗിരി എന്ന് എഴുതിയേക്കുന്നത്. കോത്തഗിരി ബൊട്ടാണിക്കൽ ഗാർഡൻ ഇവിടുന്ന് ലെഫ്റ്റിലേക്കാണ്. ഇതുവഴിയാ പോകണ്ടേ. അങ്ങോട്ട് വണ്ടി വിടത്തില്ല കേട്ടോ, നോയൻട്രി 1 വേ. ഈ പശ്ചിമഘട്ട മലനിരകളുടെ ഭാഗമായ നീലഗിരി കുന്നുകളിലാണ് ഊട്ടി സ്ഥിതി ചെയ്യുന്നത്. ഈ നീലഗിരി കുന്നുകൾ വെസ്റ്റേൺ ഗാട്ട്സും ഈസ്റ്റേൺ ഗാട്ട്സും കൂടെ ചേരുന്ന ഒരു മെയിൻ പോയിന്റാണ്. പശ്ചിമഘട്ട മലനിരകൾ സഹ്യാദ്രി മലനിരകൾ എന്നറിയപ്പെടുന്നത്. അറബിക്കടലിന് അഭിമുഖമായിട്ട് സ്ഥിതി ചെയ്യുന്ന മലനിരകളായത്. അതുകൊണ്ട് തന്നെ പശ്ചിമഘട്ട മലനിരകൾക്ക് തടസ്സമൊന്നുമില്ല, ഒറ്റ മലനിരകളാണ്. അത് നമ്മുടെ തമിഴ്നാട് തൊട്ട് ഇവിടെ ഗുജറാത്ത് വരെ. തമിഴ്നാട് തൊട്ടല്ല, ഗുജറാത്ത് തൊട്ട് നമ്മുടെ കന്യാകുമാരി വരെ നീണ്ടു കിടക്കുന്നു. അപ്പൊ ശരിയാ, തമിഴ്നാട് തൊട്ടെന്ന് പറയുമ്പം കേരളത്തിൽ കൂടെ വരുമെന്നുള്ളൂ. കേരളം അതിനകത്ത് പെടും. 1600 കിലോമീറ്റർ നീളമുണ്ട് പശ്ചിമഘട്ട മലനിരകൾക്ക്. ജൈവ വൈവിധ്യങ്ങളുടെ കലവറയാണ് പശ്ചിമഘട്ട മലനിരകൾ. കേരളം, തമിഴ്നാട്, കർണാടക, ഗോവ, മഹാരാഷ്ട്ര, ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിൽ കൂടിയാണ് ഈ പശ്ചിമഘട്ട മലനിരകൾ കടന്നു പോകുന്നത്. മലനിരകൾ കടന്നു പോകണോ, അതവിടെ സ്ഥിതി ചെയ്യല്ലേ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ അങ്ങനെ നീണ്ടു കിടക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം, പരന്ന് വിശാലമായിട്ട്. ഇനിയിപ്പോൾ മൊത്തം ഹെയർപിൻ ബെൻഡുകളാണ്. ആ കാണുന്നതാണ് ഊട്ടിപ്പട്ടണം. ദൊഡ്ഡപ്പെട്ട പീക്ക് 4 കിലോമീറ്റർ. പിന്നെ ഇടുഹട്ടി ലെഫ്റ്റിലേക്ക്. ഇടുഹട്ടി 3 കിലോമീറ്റർ ഇവിടെ എഴുതിയേക്കുന്നു, അപ്പുറം 4 കിലോമീറ്റർ എഴുതിയേക്കുന്നു. ചിലപ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ ഇച്ചിരി വ്യത്യാസം വരുമെന്നേ. ഇപ്പോഴേ നമ്മളിവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് ദൊഡബെട്ട പീക്ക് കാണാനായിട്ട് പോവാം. അപ്പം ചേട്ടായി മുത്തും കൂടെ വരുന്നില്ല, അവരിവിടെ ഇരിക്കുക, അവർക്ക് ഫോൺ ചെയ്യാനൊക്കെ ഉണ്ട്. നമുക്ക് പോയിട്ട് വരാം. ഊട്ടിയിൽ നിന്ന് നമ്മൾ കോട്ടഗിരി പോകുന്ന റൂട്ടിലേക്ക് കുറച്ച് ഇങ്ങി വന്നിട്ട് റൈറ്റ് തിരിഞ്ഞു പോകണം ദൊഡബെട്ടയ്ക്ക്. പോകുന്ന വഴിക്കെല്ലാം നല്ല പൈൻ ഫോറസ്റ്റ് ഉണ്ട്. പൈൻ ഫോറസ്റ്റ് തന്നെയല്ല, പൈൻ മരങ്ങളും യൂക്കാലി മരങ്ങളും ഒക്കെ ഉണ്ട്. മെയിൻ റോഡിൽ നിന്ന് 2-3 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. ഇവിടെ 1 വേയാണ്. ഇതുവഴി പോയിട്ട് അപ്പുറത്തോട്ട് ഇറങ്ങി വരണം. അപ്പോൾ നമ്മൾ ഇവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു. ഇനി ഒരു ശകലം നടന്നു പോകണം, കുറച്ച് ദൂരം നടന്നാൽ മതി. നടന്നോ
അപ്പോൾ നമുക്ക് ഊട്ടിയിൽ നിന്ന് ഒരു 9 കിലോമീറ്ററേ ഉള്ളൂ ഈ പീക്കിലേക്ക് എത്താനായിട്ട് അല്ലേ. ഇവിടെ നിന്നുള്ള ദൂരമായി എഴുതി വെച്ചേക്കുന്നത്. ടീ പാർക്ക് 3 കിലോമീറ്റർ, നെഹ്റു പാർക്ക് 22 കിലോമീറ്റർ, ബൊട്ടാണിക്കൽ ഗാർഡൻ 9 കിലോമീറ്റർ, റോസ് ഗാർഡൻ 10 കിലോമീറ്റർ. ദൊഡബെട്ട വെൽക്കംസ് യു. ഇവിടെ ഇഷ്ടംപോലെ കടകളൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ വന്നപ്പോഴേ ചെറിയ വെയിലായിരുന്നു, അന്നേരം തണുപ്പില്ലായിരുന്നു. ഇങ്ങോട്ട് കയറിയപ്പോൾ നല്ല തണുപ്പുണ്ട്, നല്ല കാറ്റുണ്ട്. കാറ്റുണ്ട്. നമ്മളെ മെയിൻ റോഡിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന വഴിക്കെല്ലാം പ്ലാസ്റ്റിക് ഇവിടെ വലിച്ചെറിയാൻ പാടില്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. വലിച്ചെറിയുകയാണെങ്കിൽ ഫൈൻ 1000 രൂപയാണ്. നമ്മളിത് പിന്നെ കൊടൈക്കനാലിലെ വ്യൂ പോയിൻ്റില്ലേ, സൂയിസൈഡ് പോയിന്റിലേക്ക് പോകുന്ന പോലെ തന്നെയുണ്ട്. അപ്പോൾ ഇവിടെ എൻട്രി ടിക്കറ്റ് എടുക്കണം, ഒരാൾക്ക് 20 രൂപ. 5 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും ഫുൾ ടിക്കറ്റാണ്. അതെ, പക്ഷെ ടിക്കറ്റ് എടുക്കണമെങ്കിൽ ക്യാഷ് കൊണ്ടുവരണം. അത് നെറ്റ് ഭയങ്കര സ്ലോ ആണ്. പിന്നെ ഒത്തിരി സമയം നിന്നിട്ട് ഒരു സ്പോട്ടിൽ നിന്നിട്ടാണ് നെറ്റ് കിട്ടിയത്. ഞങ്ങൾ ഫോണും കൊണ്ട് അതിലേക്ക് ഓടി നടന്നു, രക്ഷയില്ലേ. ദൊഡബെട്ട PQ ടവർ, അതിൻ്റെ മുകളിൽ കയറിയുന്ന ചുറ്റുമുള്ള സ്ഥലങ്ങളെല്ലാം കാണാം. 2637 മീറ്റർ, 8652 ഫീറ്റ്. അതായത് സമുദ്രനിരപ്പിൽ നിന്ന് 8652 അടി ഉയരമുണ്ട് ഈ ദൊഡബെട്ട പീക്കിൽ. ഇവിടെയൊക്കെ വ്യൂ പോയിന്റിൻ്റെ പേര് എഴുതി വെച്ചിട്ടുണ്ട്. വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇതുണ്ട്, വ്യൂ കർണാടക ബോർഡറിൽ. ഇവിടെ വന്നാൽ തമിഴ്നാട് കർണാടക ബോർഡർ കാണാം. നേരെ അങ്ങ് നോക്കിയാൽ മതി. ഊട്ടി വ്യൂ പോയിന്റ് ഇതേ ഇവിടെ. അപ്പോൾ ഇതിൻ്റെ മുകളിലോട്ട് കയറി നിൽക്കുകയാണെങ്കിൽ നല്ലപോലെ ഊട്ടിയുടെ ദൃശ്യങ്ങളൊക്കെ കാണാം. മൂടൽമഞ്ഞ് കാരണം നല്ലപോലെ വ്യക്തമായിട്ട് കാണത്തില്ല. നമുക്ക് ദൊഡബെട്ട ടവറിൻ്റെ മുകളിൽ നിന്നിട്ട് വ്യൂ പോയിന്റുകളൊക്കെ കാണാം. മേളിലേക്ക് കയറി വന്നപ്പോൾ നല്ലപോലെ കാണാം ബോർഡറും അതുപോലെ തന്നെ ഊട്ടി ടൗണും ഒക്കെ. നല്ല കാറ്റുണ്ട്. ചുറ്റും നോക്കിയാൽ ചുറ്റും മലനിരകളാണ്. അതുപോലെ തന്നെ അവലാഞ്ചി ഡാമൊക്കെ ഇവിടെ വന്നാൽ കാണാമെന്ന് എഴുതി വെച്ചിട്ടുണ്ട്, പക്ഷെ അതൊന്നും ഈ മരങ്ങൾ നിൽക്കുന്നതുകൊണ്ട് കാണത്തില്ല. അപ്പോൾ നമ്മൾ വ്യൂ പോയിന്റുകളൊക്കെ കണ്ടിറങ്ങി പോന്നു. നേരത്തെ ഈ ടവറിൻ്റെ മുകളിൽ ടെലിസ്കോപ്പൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അതിലൂടെ ആയിരുന്നു നമുക്ക് നല്ലപോലെ വ്യൂ ഒക്കെ കാണാമായിരുന്നു. ഇപ്പോൾ അതൊക്കെ എടുത്ത് മാറ്റിയില്ല. ഇനി പോയേക്കാം. സാധാരണ നമ്മൾ കൊടുമുടിയൊക്കെ കയറാൻ പോകും, അതായത് ഓരോ പീക്കും കയറാൻ പോകുമ്പോൾ നടന്നു പോകണം കുറേ ദൂരം. ഇത് പക്ഷേ അധികം നടക്കാനൊന്നുമില്ല, അടുത്ത് വരെ വണ്ടി വരും, കുറച്ച് ദൂരം നടന്നാൽ മതി. കുറച്ച് ദൂരം നടന്നാൽ മതി, ഒരു 200 മീറ്റർ. അതെ, അത്രേ ഉള്ളൂ. ആണാ, വീഡിയോ ഞാൻ എന്നും കാണാറുണ്ട് UK. അപ്പോൾ രാവിലെ ഞാൻ വർക്കിന് വരുമ്പോൾ ആദ്യം കാണുന്ന വീഡിയോ. ശരി. വീട് എവിടെ? എലഞ്ഞി. എലഞ്ഞിയിലാണോ? ഞാൻ മറ്റേ സായിനെ അറിയും. സായി, സച്ചുവിൻ്റെ. 2 ദിവസം ഉണ്ടോ ഇവിടെ? ഞങ്ങൾ പോണ വഴി തിരിച്ചു പോവാണോ? ഇവിടെ യൂക്കാലി തൈലം ഉണ്ടാക്കുന്നുണ്ട്, നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ഇത് നമ്മൾ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റാണ്. ഇതേ ചേട്ടൻ നമ്മുടെ ഫാമിലി മെമ്പറാണ്, പാലക്കാടാണ് വീട്. പേരെന്നേട്ടാ? റഷീദ്. അപ്പോൾ ചേട്ടൻ്റെ അല്ലേ ഇത്? നമ്മൾ നടത്തുമ്പോൾ നമ്മുടെ നല്ല സ്മെല്ലുണ്ട് കേട്ടോ. ഇതെന്താ ഇത്? ഇത് കൽത്തേരിയ, നമ്മുടെ മറ്റേ അതും മറ്റേ കാലി നാരമ്പ് ചുരുളില്ലേ, അതിന് ഉപയോഗിക്കുന്നതാണ്. ഈ ഇല അന്നേരം ഇത് ഉണ്ടാക്കിയതിന്റെ വേസ്റ്റ് ആണ്? ഉണ്ടാക്കിയതിന്റെ വേസ്റ്റ് കൊണ്ടാണ് വീടുണ്ടാക്കിയേക്കുന്നത്. സ്ഥാപനം. നമുക്ക് ഈ സ്ഥാപനത്തിൽ നിന്ന് കയറി നോക്കാം. ഇതിന്റെ പ്രോസസ്സിംഗ് അതാണ് സ്റ്റീമർ. ഇതില് എത്രയ്ക്ക് വെള്ളം വെക്കും? ഇതിന് താഴോട്ടുണ്ടോ? ഇതിന് ഇല്ല, ഇത് ഇത്രേ ഉള്ളൂ, 1/2 അടി. ഇത് സ്റ്റീമറിൽ ഇത്രയ്ക്ക് വെള്ളം വെച്ചിട്ട് ഇത് ഫുള്ളായി ലീഫ് ഫുള്ളായി ഇടും. ഈ ലീഫാണ് ഇടുക. ഫുള്ളായി പാക്ക് ചെയ്തിട്ട് ഇത് റിവിറ്റ് ആണ്, ഇത് അഴിച്ചെടുത്തിട്ട് നമ്മൾ പാക്ക് ചെയ്യും. പാക്ക് ചെയ്തിട്ട് ഇത് വരയ്ക്ക് ആവി വെച്ചേ വരുള്ളൂ കേട്ടാ. ഇത് ഇവിടുന്ന് കൂളിംഗ് ആവും. തുറന്നു മാറ്റി കൊടുക്കുക. പാത്രം വെച്ചിട്ട് അതെ, വാറ്റുന്ന പോലെ. ഇതവിടെ അതിലങ്ങനെ തൊള്ളി വന്ന് വീഴുമല്ലേ? ഓ, ഇങ്ങനെ ഇത്തിരിതേ വന്ന് വീഴത്തുള്ളല്ലേ? ഇവിടെ വെള്ളം എപ്പോഴും നമുക്ക് വന്നുകൊണ്ടിരിക്കണം, അതിൽ കൂളിംഗ് ആകാൻ വേണ്ടിയിട്ട്. ഇത് നമ്മൾ ഇന്നാള് മൂന്നാർ പോയപ്പോ കണ്ടില്ലായിരുന്നു? മൂന്നാറുണ്ട്, കൊടൈക്കനാലുണ്ട്, മറയൂര് പോയപ്പോ. അന്ന് അവിടെ കണ്ടത് പുൽത്തൈല് കേട്ടോ. ഇതല്ലായിരുന്നു, എല്ലാം പ്രോസസ്സിങ് ഒരുപോലെ തന്നെ. അതിലെ പൈപ്പിൽ കൂടെ പച്ചവെള്ളം വന്ന് വീഴുന്നു. വെള്ളം ഇങ്ങനെ വന്നോണ്ടിരിക്കും അതല്ലേ? അതനുസരിച്ച് ഇതിനകത്തോട്ട് നീരാവി തണുത്ത് കഴിയുമ്പോൾ ഓ, ഇവിടെ കിടക്കുന്നതൊക്കെ മൃഗങ്ങളുടെ ശല്യം. മൃഗങ്ങളുണ്ടല്ലേ? അത് ശരി. ഈ ഇല എങ്ങനെ നമ്മള്? അത് ലേഡീസ് കൊണ്ടുവരും, ഒരു 50 വയസ്സ് 40 പ്രായമുള്ളവര് 14 കൊടുത്ത് വാങ്ങിച്ചു. ഇവര് അവിടെ കിടക്കുന്ന ചോട്ടിന്ന് പെറുക്കൊണ്ടുവരും. അവിടുത്തെ കാലത്ത് പോയത് പെറുക്കി വരും. ഉണങ്ങിയ ഇല മതിയോ? ഉണങ്ങിയാലും പച്ചരി ഉപയോഗിക്കാം. പച്ചരിക്ക് ഫോറസ്റ്റിന്റെ പെർമിഷൻ വേണം. ഇതില്ലാണ്ട് നമ്മൾ ഒരു താഴത്ത് പോയി പറഞ്ഞാൽ കളക്ടറിന്റെ ഓർഡർ ഉണ്ട്. ഓ, അത് ശരി. അവര് ഇത് പെറുക്കൊണ്ട് തരുന്നവരുണ്ടല്ലേ? 14 രൂപ. എന്നാ പിന്നെ ഇത് ഒരെണ്ണം മേടിക്കാം. അത് ഒരെണ്ണം മേടിക്കണോ? അത് മേടിച്ചോ.
ഇത് ചേട്ടൻ്റെ സാധനം അല്ലെന്നാ പറഞ്ഞേ. അതെ. ഇതിന് ചേട്ടന് ഉത്തരവാദിത്വമൊന്നുമില്ല, ഇതിന് ഉത്തരവാദിത്വം. അതിന് ഉത്തരവാദിത്തമുണ്ട് എന്ന് പറഞ്ഞാൽ പാരമ്പര്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ചെയ്തുകൊണ്ടിരുന്ന നല്ല രസമല്ലേ ഇവിടെ കാണാൻ. തേയിലത്തോട്ടമല്ലേ എല്ലാം. അതെ, ഡ്യൂട്ടിയൊക്കെ മാറി. അപ്പോഴേ നമുക്ക് കൊച്ചിന് റെസ്റ്റ് കൊടുക്കാം. അതെ, കുറച്ച് റെസ്റ്റ് കൊടുക്കാം. അപ്പൊ നമുക്ക് അതുപോലെ തന്നെ എവിടുന്നേലും വല്ലതും കഴിക്കുകയും ചെയ്യും. വിശക്കൊന്നുമില്ലെങ്കിലും കുഴപ്പമില്ല. രാവിലത്തെ ഒരു പഴം കഴിച്ചതാണ്, നല്ല വിശപ്പുണ്ട്. ഈ റൂട്ടിൽ വേണേലും മേട്ടുപ്പാളയം പോയി കോയമ്പത്തൂർ പോവാം. നമ്മൾ അവിടെ നിന്ന് തിരിഞ്ഞപ്പോ നേരെ കിടക്കുന്ന വഴിയല്ലേ, ആ വഴിക്കും പോവാം. കൂടുതലും എല്ലാവരും ആ വഴിക്കാണ് വരുന്നത്. ആ വഴിയിലാണ് കൂടുതൽ ട്രാഫിക്കും കാര്യങ്ങളൊക്കെ. പക്ഷെ ഈ വഴിയിൽ അത്ര തിരക്കില്ല. ഇങ്ങോട്ട് കയറിയപ്പോ വനത്തിൽ കയറിയ പോലെ നല്ല തണല്. വനമായിരിക്കും. ഈ വഴി പോകുമ്പോൾ പിന്നെ ഒരു 10 കിലോമീറ്റർ കൂടുതലുണ്ട്. പക്ഷെ നല്ല വഴിയാ, വലിയ തിരക്കുമില്ല. കണ്ടോ, നല്ല വ്യൂ അല്ലേ ഇത്. എന്ത് തേയിലത്തോട്ടങ്ങളാന്ന് നോക്കി. തേയിലത്തോട്ടവും പിന്നെ കൃഷികളും ഒക്കെ ഉണ്ട്. കൃഷികളും വീടുകളും മൊട്ടക്കുന്നുകള്. കോവീസ് അല്ലേ ഇവിടെ വരുന്നത്? അല്ല, അതെ അതെ അതെ, കോളിഫ്ലവർ ആണെന്ന് തോന്നുന്നു. ആണോ? ക്യാബേജാ. അല്ല, ഇവിടെ രണ്ട് സൈഡും വനമായിരുന്നു. ഇവിടെ എല്ലാം മൃഗങ്ങൾ വരുന്ന സ്ഥലം. ആ ചേട്ടനാണെങ്കിലും പറഞ്ഞില്ലേ? അതെ അതെ, എല്ലായിടത്തും അതെ. മൊത്തം ആനയും കാട്ടുപോത്തും എല്ലാം ഉണ്ട്. മൃഗങ്ങളെ നല്ലപോലെ സംരക്ഷിക്കുന്നുണ്ട്. അതെ. ഈ വീടുകളെ നല്ല രസമല്ലേ അതിനെ കാണാൻ, ഓടിട്ട വീടുകൾ. ഈ റോഡ് 151 കിലോമീറ്റർ. ഖത്തറിങ് 25 കിലോമീറ്റർ. ഇപ്പൊ ഒന്നും വലിയ വാട്ടർഫോൾസിന് വലിയ വെള്ളമൊന്നും കാണുകയില്ല. ഇവിടെ മഴ കഴിഞ്ഞ ആഴ്ച ഉണ്ടായിരുന്നെന്നാ പറഞ്ഞത്, പക്ഷേ ഈ ആഴ്ച ഇതുവരെ മഴയില്ലല്ലോ, പെയ്തില്ല. അതെ, ഏതോ മദാമയുടെ പേരിലുള്ള വാട്ടർഫോൾസ് അത്. അതൊക്കെ പണ്ട് ബ്രിട്ടീഷുകാർ ഇട്ടേക്കുന്ന പേരായിരിക്കും. അതെ, ആ മടിത്തോരന്ന് വായിച്ചില്ലേ, ആ ഗ്രാമമാണെന്ന് തോന്നുന്നത്. ഇത് നല്ല അടിപൊളി റൂട്ടാട്ടോ. നല്ല റൂട്ടാ. ഇവിടെ മഴ അധികം പെയ്തിട്ടില്ലെന്ന് പറഞ്ഞാലും നല്ല പച്ചപ്പല്ലേ. കഴിഞ്ഞ ആഴ്ച പെയ്തായിരുന്നു. മഴ തുടങ്ങിയിട്ടല്ലേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഇന്ന് നമുക്ക് കോട്ടഗിരിയിൽ എവിടെയെങ്കിലും സ്റ്റേ ചെയ്യാം അല്ലേ? ഇന്ന് കൊത്തഗിരിയിൽ സ്റ്റേ ചെയ്യാം. ഇവിടെ എല്ലായിടത്തും ഉണ്ട്, വീടുകളെല്ലാം ഒരു ഏരിയയില്. അതങ്ങനെ, തമിഴ്നാട്ടിൽ മൊത്തം അങ്ങനെയാണല്ലോ. തമിഴ്നാട്ടിൽ നിന്നല്ല, ഒരുവിധം സ്റ്റേറ്റുകളിലൊക്കെ അങ്ങനെ താമസിക്കുന്നവരെല്ലാം ഒരുമിച്ച് ഒരു സ്ഥലത്ത് താമസിക്കും. കൃഷി സ്ഥലങ്ങൾ വേറെ. എങ്ങോട്ട് നോക്കിയാലും വ്യൂ മാത്രമേ ഉള്ളൂ. തേയിലത്തോട്ടങ്ങളും തണുപ്പ്. പക്ഷേ അതെ, ഇച്ചിരി തണുപ്പ് വേണമായിരുന്നു. തണുപ്പ് കുറവാണ്. പിന്നെ ഒരു കണക്കിന് മഞ്ഞുമഴ ഇല്ലാത്ത നന്നായി. എന്നാന്ന് വെച്ചാൽ നമുക്ക് നല്ല വിഷ്വൽസ് കിട്ടും. അതെ, കാണാൻ പറ്റും കുറച്ച്. പാഞ്ചാലിമേടും കുട്ടിക്കാനും ഒക്കെ പോയിട്ട് മൊത്തം മഞ്ഞല്ലായിരുന്നോ? മഞ്ഞ് കണ്ടില്ലേ? അപ്പൊ മഞ്ഞ് കണ്ടു. മഞ്ഞേ കണ്ടുള്ളൂ. അംബേദ്കർ നഗറാ ഇത്. ഇവിടുത്തെ വീടുകളെല്ലാവേ നല്ല കളർഫുള്ളാ. നമ്മുടെ ഇവിടേക്കാണ് വെള്ള കളറല്ലേ കൂടുതൽ. അതെ, ഇവിടെ അങ്ങനെയല്ലേ, പച്ച മഞ്ഞ എല്ലാ കളറും. പച്ച മഞ്ഞ നീല ചുവപ്പ് എല്ലാം കടും കളറുകൾ. ആ ചെരുവില് വീടുകൾ കണ്ടിരിക്കുന്നത്. അപ്പൊ ഇതേ ഈ സ്ഥലമാണ് ഭാഗ്യനഗർ. ഭാഗ്യനഗർ എന്നാണ് അവിടെ എഴുതിയേക്കുന്നത്. നമ്മൾ കുറെ നേരമായിട്ട് ഒരു മല ഇറങ്ങിക്കൊണ്ടിരിക്കുക. ഇറങ്ങിയതേ താഴെ വന്നു. കട്ടപ്പെട്ടു എന്നാണോ ചിലപ്പോൾ? ഇവിടെ കട ഉണ്ടാവില്ലേ? ഇവിടെ ഹോട്ടൽ കാണും കേട്ടോ. ശരിയാ. പക്ഷെ വണ്ടി പാർക്ക് ചെയ്യാൻ എവിടെയെങ്കിലും സ്ഥലം ഉണ്ടോ എന്ന് നോക്കിയിട്ട് നമുക്ക് കഴിച്ചിട്ട് പോവാം. കോടനാട് വ്യൂ പോയിന്റ് 27 കിലോമീറ്റർ. ഇതും വൈൽഡ് ലൈഫ് സോൺ. അത് അവിടെ ബോർഡ് വെച്ചേക്കുന്നു. ഇവിടെ മൊത്തം മൃഗങ്ങളുണ്ട്. ഇതിലേ പോയാലും ഇതിലെ ആൾക്കാർ താമസിക്കുന്നുണ്ട്. ആ, പാണ്ഡ്യൻ പാർക്ക്. കോട്ടഗിരി അത്യാവശ്യം നല്ല ടൗൺ ആണ്. നോക്കിയേ, വലിയ ടൗണാ. ഞാൻ വിചാരിച്ചു ചെറുതായിരിക്കും. ഞാനും ചെറുതായിരിക്കുമെന്നാ ഓർത്തത്. കോത്തഗിരി ബസ് സ്റ്റാൻഡാ. ഇവിടെ പിന്നെ ബസ്സുകളെല്ലാം നല്ല കളർഫുള്ളാണ്. നമ്മുടെ ഇവിടെയും പ്രൈവറ്റ് ബസ്സുകളെല്ലാം കളർഫുള്ളാണ്. ഓരോ കളറാണെന്നുള്ളേ ഉള്ളൂ. ഇവിടെ അങ്ങനെ തന്നെയാണ്. റൈറ്റ് സൈഡ് മൊത്തം പാർക്കിങ്ങാണ്. പക്ഷെ ചെറുവണ്ടിയെ നിർത്താൻ പറ്റുള്ളൂ. നമ്മുടെ വണ്ടി നിർത്താനുള്ള സൗകര്യം ഇല്ല. അത് മാരുവാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ആ, വീടൊക്കെ ഉണ്ട്, നല്ല ആൾക്കാരും തിരക്കും ഒക്കെ ഉണ്ടല്ലേ. ടൗണല്ലേ, വലിയ ടൗൺ. ബസ്സിലെല്ലാം ഫുള്ള് ആള് വരും. ഇത് കട്ട്ചേസ് ബസ്, ചെറിയ ബസ്. ഫ്രൂട്ട്സ് കടകളാ. ഇവിടുത്തെ കുറേ സാധനങ്ങളുണ്ടല്ലേ. കോടനാട് വ്യൂ പോയിന്റ് 18 കിലോമീറ്റർ. കോയമ്പത്തൂർ 71 കിലോമീറ്ററേ ഉള്ളൂ. മേട്ടുപ്പാളയം 31. നമുക്കിനി ഇതുവഴി പോയാ പോരെ? ഇതുവഴി വേണേ അങ്ങ് പോവാം. ടാക്സിക്കാരുകളും ഉണ്ട് എന്തോരം. ടാക്സികൾ ഇഷ്ടം പോലെ ഉണ്ട്. ഇത് നല്ല ടൗണാ കോതഗിരി. ഈ ടൗണുകളെല്ലാം കണ്ടോ നല്ല നീറ്റാ. അതുകൊണ്ട് തന്നെ എല്ലായിടും നല്ല നീറ്റാ. അങ്ങനെ വേണോ അല്ലേ എല്ലാ സ്ഥലങ്ങളും? മിക്ക സ്ഥലത്തും വേസ്റ്റ് ബിന്നും വെച്ചിട്ടുണ്ട്. ഊട്ടിയിലേക്ക് കയറുന്നതിന് മുന്നേ തന്നെ. അതുപോലെ തന്നെ കൊടൈക്കനാലും ഒക്കെ അതെ പ്ലാസ്റ്റിക് ഫ്രീ.
അപ്പോൾ നമ്മൾ വണ്ടിയൊക്കെ കയറി 2-3 കിലോമീറ്റർ അപ്പുറം ഒതുക്കിയിട്ട് അവിടുന്ന് പിന്നെ ഇങ്ങോട്ട് പോകുന്നു ഊണ് കഴിക്കാനായിട്ട്. ഇവിടെ എന്തോ ചോറ് ബിരിയാണി ഞങ്ങള് ബിരിയാണി പറഞ്ഞു. ആണോ? നാട്ടുകോഴി ബിരിയാണി ഉണ്ടോ? സാധാ ചിക്കൻ ബിരിയാണി അതേ ഉള്ളൂ, നാട്ടുകോഴിയൊന്നുമില്ല. 2 ബിരിയാണി ഒരു ഊണും പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ചോറും മട്ടൻ സുക്കായുമാണ് പറഞ്ഞത്. നീ ചിക്കൻ പറഞ്ഞല്ലേ? ആ, ആകാശിന് ചിക്കൻ. ചോറ്, ഇത് ചിക്കൻ ചാറ്, മട്ടൻ ചാറ്, മീൻ ചാറ്, സാമ്പാർ, രസം, ഇത്ര സാധനമുണ്ട് കൂടെ. അപ്പോൾ ഇതേ മട്ടനും വന്നു കൂടെ, ഇതേ മോര്, തൈര്. ഊട്ടി ഇറങ്ങാൻ വന്നിട്ട് ഒരുപാട് പേരെ പരിചയപ്പെട്ടു. എന്നാ അമേരിക്കയിൽ നിന്ന് വന്നേ? ഞങ്ങൾ കഴിഞ്ഞ ബുധനാഴ്ച ഊട്ടിയൊക്കെ ഇറങ്ങിയോ? എല്ലായിടവും ഇറങ്ങിയാണ്. കറങ്ങി. തിരിച്ചു വരുന്ന വഴിയാണ് ബസ് കണ്ടത്. അതിന് മുമ്പ് പറയുമായിരുന്നു ഞങ്ങള് അങ്ങനെ ഓരോന്നും പറയുമ്പോ. ഇല്ല, ആക്ച്വലി ഓരോ എപ്പിസോഡും വരുമ്പോഴേക്കും ഞങ്ങൾ നോക്കിയിരിക്കും. ഇവിടെ ചേച്ചിയുടെ വീട്ടിൽ നിന്നും എന്റെ ഹസ്ബൻഡും ഒക്കെ വിളിച്ചു പറയും അടുത്തത് വരുന്നുണ്ട്. വീട് എവിടെ താമസിക്കും? ഞങ്ങള് ബേസിക്കലി എറണാകുളമാണ്. ഇവിടെ മമ്മിയുടെ വീട് കോയമ്പത്തൂരാണ്. എല്ലാവരുമായിട്ട് ഒന്ന് കറങ്ങി. കുറച്ച് ദിവസം ഉണ്ടാവും അവിടെ? റിട്ടേൺ ആയി. കുറച്ച് ദിവസം ഉള്ളല്ലേ? അതെ, പക്ഷെ ബസ് ഇങ്ങനെ നേരിട്ട് കാണുമെന്ന് ഒട്ടും വിചാരിച്ചില്ല. ഭയങ്കര സർപ്രൈസ്. ചേട്ടന്മാരുടെ അന്വേഷണം പറഞ്ഞത്. ഇനിയിപ്പോ എങ്ങോട്ടേക്കാ യാത്ര? ഞങ്ങൾ ഇന്നിപ്പോ ഇവിടെ നാളെയും കൂടെ ഊട്ടി ഇറങ്ങിയിട്ട് നാളെ കഴിഞ്ഞ് തിരിച്ചു. എല്ലാവരും ഉണ്ടോ? ഇല്ല, ഞങ്ങൾ 5 പേരേ ഉള്ളൂ. അമ്മ ഒന്നും പോകുന്നില്ല. അമ്മയ്ക്ക് ജലദോഷമൊക്കെ ഒരു യാത്ര കഴിഞ്ഞ് വന്നല്ലോ. അമ്മ യാത്ര ചെയ്യുന്ന എപ്പിസോഡൊക്കെ മമ്മിയെ കാണിച്ചു. മമ്മിയുടെ അടുത്ത് പറയും കണ്ട് എന്ത് കൂളായിട്ട് അമ്മ യാത്ര അല്ല, നല്ല ഇൻട്രസ്റ്റിംഗ് ആ യാത്ര. ഇഷ്ടമുള്ളവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ ഇത് കടയിലെ ആളാട്ടോ. നമ്മുടെ ചേട്ടൻ നമ്മുടെ ഫാമിലി മെമ്പർ തന്നെ സ്ഥിരം കാണാറുണ്ട്. പേരെങ്ങനെയാണ്? ഹരി. ചേട്ടന്റെ പേര് തന്നെ ഹരി. അതെ, ഹരി മെസ്. ചേട്ടനിയന്മാര് 3 പേരുടെ കേട്ടോ കട കാണുന്നത്. എനിക്ക് കണ്ടപ്പോൾ ചേട്ടനെ കൊണ്ട് ഈ ചേട്ടനെ കണ്ടപ്പോഴേ ഷേപ്പ് തോന്നിയായിരുന്നു. ചേട്ടൻ നമ്മൾ ചോറുണ്ടോണ്ടിരുന്നപ്പോൾ നല്ല അടിപൊളി ഒരു മഴ പെയ്തു. അങ്ങോട്ട് നോക്കിയാൽ നല്ല അടിപൊളി ഒരു മഴവില്ല്. നല്ല രസമല്ലേ? ഇത്ര ഇങ്ങനെ മഴവില്ല് കിട്ടിയിട്ടില്ല. ഇല്ല, ഫുള്ളുണ്ട്. നോക്കിയതുണ്ടോ? അപ്പോൾ നമ്മളിനി ഇവിടുന്ന് കോടനാട് വ്യൂ പോയിന്റിലേക്കാണ് പോകുന്നത്. പുതൂര് കോടനാട് നമ്മുടെ അവിടെ ഉണ്ട്. പെരുമ്പാവൂരിനടുത്തൊരു കോടനാടുണ്ടല്ലോ. അവിടെ ആന വളർത്തൽ കേന്ദ്രമല്ലേ? പരിശീലിപ്പിക്കുന്നതാന്ന് തോന്നുന്നു ആനയെ. ട്രെയിനിങ് സെന്റർ. ഇടുക്കോരൈ. ഉച്ചവരെ എന്നാ തെളിവായിരുന്നു. മഴയില്ല, അതുകൊണ്ട് നല്ലതാന്നൊക്കെ പറഞ്ഞേ ഉള്ളൂ. വാർവിക്. വ്യത്യസ്ത സ്ഥലപ്പേരുകളൊക്കെ ഇവിടെ കേട്ടോ. ഈ ഊട്ടിയിലും പരിസര പ്രദേശങ്ങളിലുമൊക്കെ 1830-കളിൽ തേയിലക്കൃഷി ആരംഭിച്ച ബ്രിട്ടീഷുകാരുടെ കാലത്ത് അവർ ഈ തേയിലയുടെ കുരുവൊക്കെ ചൈനയിൽ നിന്നാണ് കൊണ്ടുവന്നത്. ബ്രിട്ടീഷുകാർ ചൈനയിലെ ജയിലിൽ കിടന്ന തടവുകാരെ കൊണ്ട് ഇവിടെ കൃഷി ചെയ്യിച്ചത്. ഇവിടെ ആൾക്കാരില്ലായിരുന്നോ? ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെ ഉള്ളവരെയും കൂട്ടി. അതിപ്പോ മറ്റേ ലാഭമല്ല കേട്ടോ, പണിക്കാശ് കൊടുക്കണ്ടല്ലോ. ആ, അത് ശരിയാ. തടവുകാരെ കൊണ്ടുവരുവാണെങ്കിൽ അല്ലേ? ജീവപര്യന്തരം അങ്ങനെയുള്ളതൊക്കെ വരുന്നതായിരിക്കും. എന്നാ ജീവപര്യന്തം 10-12 വർഷം അകത്ത് കിടക്കുന്നതിന് തന്നെ ജീവപര്യന്തം എന്നല്ലേ പറയുന്നത്? ജീവപര്യന്തരോ? പര്യന്തം. ഇപ്പൊ ശരിയായി. തമിഴ് വന്നാച്ച അതാ പ്രശ്നമായിരുന്നു. തമിഴിൽ അങ്ങനെ ജീവപര്യന്തത്തിന് പറയുന്നത്? തമിഴില് ജീവപര്യന്തത്തിന് ആയുൾ ദണ്ഡന എന്നാ പറയുന്നത്. കക്കുല. കക്കൂല. കക്കുവലെന്ന്. അങ്ങ് അകലെ കാണുന്ന അതൊരു ഗ്രാമം, കസ്തൂരിബ നഗർ. ഇതെല്ലാം യൂക്കാലിത്തോട്ടമല്ലേ? ഈ യൂക്കാലിയൊക്കെ നട്ടുപിടിപ്പിച്ചാലേ അവിടുത്തെ വെള്ളം പറ്റിപ്പോന്ന് പറയുന്നേക്കാലോ എന്നാണ് പറയപ്പെടുന്നത്. ചില സ്ഥലങ്ങളിലൊന്നും യൂക്കാലി നടാൻ പറ്റിയല്ല, നിരോധിച്ചേക്കുന്ന. പക്ഷെ ഇവിടെ പ്രശ്നമില്ലെന്ന് തോന്നുന്നു. ഇവിടെ എന്തായാലും യൂക്കാലി തോട്ടം കണ്ടല്ലേ? അതെ, അത് പണ്ട് നട്ടായിരിക്കും. അതെ. ഈ ബിൽഡിംഗ് ഒക്കെ എത്ര പഴക്കമുള്ളതാന്ന് നോക്കി. ചെറിയ കിളിവാതിലൊക്കെ മുകളിൽ. ഇതൊരു കാവേജ് തോട്ടമായിരുന്നു. കുറേ എല്ലാം വിളവെടുപ്പ് കഴിഞ്ഞാ. ആ സൈഡ് വിളവെടുത്തിട്ടില്ല, ഈ സൈഡ് മൊത്തം വെട്ടി. താഴെയൊക്കെ ഓരോ ഗ്രാമങ്ങളല്ലേ? അതെ അതെ. മഴയൊക്കെ മാറി. അതെ, ഇങ്ങോട്ട് മഴ പെയ്തില്ലെന്നേ. ശരിയാട്ടോ, നേരത്തോട്ട് നോക്കിയില്ലായിരുന്നു. ഇത് നമ്മളെ ഷിംലയിലൊക്കെ ചെല്ലുമ്പോൾ കാണുന്ന പോലെ ഒരു മലഞ്ചെരുവ് നിറച്ചു വീടുകളാണ്. വഴിയിലൊക്കെ എന്ത് കൊങ്ങിണിപ്പൂവാന്ന് കണ്ടില്ലേ? ഇതാ കോടനാട് എസ്റ്റേറ്റ്. ഇത് തമിഴ്നാട്ടിലെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന ജയലളിതയുടെ വേനൽക്കാല വസതിയാണ് ഇവിടെ കോടനാട് എസ്റ്റേറ്റിൽ. ഇത് റോഡിന്റെ സൈഡിൽ കൂടെ നോക്കിയാ ചെടി വെച്ചേക്കുന്നുണ്ടോ? നോക്കി.
നന്നായിട്ട് പരിപാലിക്കുന്നുണ്ടല്ലേ? 10,000 ഏക്കറങ്ങാണ്ടുണ്ട് ഈ കോടനാട് എസ്റ്റേറ്റ്. ഭയങ്കര വലിയ എസ്റ്റേറ്റാ. ഇവിടെ ഒരു ഏക്കർ ഈ സൈഡിലെങ്ങാനും കിട്ടുവാണെങ്കിൽ നല്ലതായിരുന്നു. ഒരേക്കർ മതിയോ? അത്രയും മതി. നമുക്ക് അധികം അത്യാഗ്രഹമൊന്നുമില്ല. പോട്ടെ 10 സെന്റ് ആണെങ്കിലും മതിയായിരുന്നു. എനിക്ക് 900 ഏക്കർ എഴുതി തന്നാലും ഞാൻ മേടിക്കും. അതെല്ലേ. കോടനാട് എസ്റ്റേറ്റ് ഇതാണെന്ന് തോന്നുന്നു ഗേറ്റ്. മെയിൻ ഗേറ്റ് ആണോ ഏതാണെന്ന് അറിയില്ല കേട്ടോ. ഗേറ്റ് നമ്പർ 4 ആ അത്. ഇപ്പം വേറെ ഗേറ്റുകളുണ്ട്. ബെഡുകൽ മണ്ടു. ഇത് നീലഗിരി ഹിൽസിലുള്ള തോഡ ട്രൈബ്സിൻ്റെ ഒരു അമ്പലം ഇത് തോഡ ടെമ്പിൾ ആ കാണുന്നത്. പുല്ലും മുളയും കൊണ്ടായിരുന്നു നിർമ്മിച്ചിരിക്കുന്നത്. ഇവരുടെ വീടുകൾ നിർമ്മിക്കുന്നത് ഇങ്ങനെ തന്നെയാണ്. ഒരു അർത്ഥവൃത്താകൃതിയിലുള്ള ഷേപ്പായി വീടിന്. ഇത് വീടല്ലോ അമ്പലം. ഇത് അമ്പലം. വീടും ഇതുപോലെ തന്നെ ഇവര് നിർമ്മിക്കുന്നത്. കാളയല്ല, പോത്തിന്റെ. അത് പോത്തിനെ ആരാധിക്കുന്നവരാ ഇവര്. ഒരുപാട് പ്രത്യേകതകളുണ്ട് ഈ അമ്പലത്തിന് ഇവരുടെ വീടുകൾക്ക്. ഇതുണ്ടോ അതിൻ്റെ വാതിലുണ്ടോ, ചെറിയ വാതിലാ, താഴെ നോക്കി മുട്ടിലഴിഞ്ഞു വേണം അതിനകത്ത് കയറാൻ. അതുപോലെ തന്നെ ഈ വീടിന് ജനലൊന്നുമില്ല. ഇതിനകത്ത് നല്ല ഇരുട്ടാണ്. കാറ്റിനെയും തണുപ്പിനെയൊക്കെ പ്രതിരോധിക്കാനായിരുന്നു ഇവരിങ്ങനെ വീട് നിർമ്മിച്ചിരുന്നത്. കോടനാട് വ്യൂ പോയിന്റ്, കോടനാട് എസ്റ്റേറ്റ്, ഹോസ്പിറ്റൽ, ഫാക്ടറി, ഓഫീസ്, ബംഗ്ലാവ്. ഇതെല്ലാം കുഞ്ഞുങ്ങളാ. ഇതിന്റെ കളർ ഉണ്ടോ അല്ലേ? ഗ്രേ കളറാ. വെള്ളപ്പോത്ത് ഇതാണോടാ വെള്ള കളറ്? ഇത് രാവിലെ കണ്ട പോത്ത് തന്നെ. അത് തന്നെ ആ ഐറ്റം ആണ്. ഇതുണ്ടോ ഇതിന്റെ കൊമ്പുണ്ടോ? പക്ഷെ ഇതിന് നല്ല രസമുണ്ടല്ലേ കാണാനാ. കോടനാട് 2 കിലോമീറ്റർ. പത്രത്തിലൊക്കെ വായിച്ച് കേട്ടിട്ടുള്ളായിരുന്നു ഇതൊക്കെ. കോടനാട് നല്ല ഭംഗിയുണ്ട് അല്ലേ? അതെ. ഇതൊക്കെ ബംഗ്ലാവിന്റെ ഏരിയ ആണെന്ന് തോന്നുന്നു. കോടനാട് എസ്റ്റേറ്റ്. ഇത് ഒരു ഗേറ്റാ, കോടനാട് ടീ ഫാക്ടറി. ഇതാണ് ഇത് ഗേറ്റ് നമ്പർ 10. അപ്പൊ ഒത്തിരി ഗേറ്റ് ഉണ്ട് ഇതിന്. ഇത് ഗേറ്റ് നമ്പർ 3. ഇത് ഗേറ്റ് നമ്പർ 9. നല്ല അടിപൊളി സ്ഥലം കേട്ടോ ഇത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടല്ലേ അമ്മ ഇവിടെ വന്ന് വേനൽക്കാലത്ത് ഇവിടെ വന്ന് സ്റ്റേ ചെയ്തോണ്ടിരുന്നേ. ഇത്ര അടിപൊളി സ്ഥലമായോണ്ടല്ലേ. വേനൽക്കാലത്ത് തന്നെ ആയിരിക്കല്ലോ കേട്ടോ. പ്രധാന ഓഫീസൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ഇതാണ് കോടനാട്. കോടനാട് ഗാന്ധിനഗർ. ഇത് വ്യൂ പോയിന്റ് താഴേക്കാണല്ലോ പോകുന്നത്. സാധാരണ വ്യൂ പോയിന്റ് ഒക്കെ മുകളിലല്ലേ? നല്ല വളവാണ്. കോടനാട് എസ്റ്റേറ്റ്, ഗ്രീൻ ടീ എസ്റ്റേറ്റ്, കോടനാട് വ്യൂ പോയിന്റ്. ഇവിടെ ഒരു ടിക്കറ്റ് എടുക്കണമെന്ന്. ഇവിടെ വ്യൂ പോയിന്റിലേക്ക് പോകുന്നതിന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ചാർജ് ഉണ്ട്. ബസ്സിന് 80 രൂപ, മിനി ബസ്സിന്. ആളിനുണ്ട്. ആളിന് 20 രൂപ, അല്ല 40 രൂപ. പിള്ളേർക്ക് 20 രൂപ, കാറിന് 40 രൂപ. എത്ര വർഷം മുന്നേ? സീറ്റ് 60. അത് കറക്റ്റാ കേട്ടോ. സ്വീറ്റ് 60. ഇവിടെ വരെ ഉള്ളൂ. ഇതാ വ്യൂ പോയിന്റ്. ഇനി നമുക്ക് വ്യൂ പോയിന്റിലേക്ക് പോകാം. കുറച്ചേ ഉള്ളൂ, കുറച്ചിറങ്ങിയാൽ മതി. സാധാരണ ഒത്തിരി നടന്നിറങ്ങി പോകേണ്ടിയൊക്കെ വരും, പക്ഷേ ഇത് കുറച്ചേ ഉള്ളൂ കേട്ടോ. എനിക്ക് ഊട്ടിക്ക് വന്നതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഇതാ, കോടനാട്. വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇതൊരു വ്യൂ പോയിന്റ് തന്നെയാണ്. അതെ, ഒന്നൊന്നര വ്യൂ പോയിന്റ്. ഇതൊരു അപാര വ്യൂ തന്നെയാണ്. അങ്ങോട്ട് നോക്കി എത്ര മലനിരകളാണ് നോക്കി. എന്നാ അടിപൊളിയല്ലേ. അതുണ്ടോ ഒരു മല നിൽക്കുന്നത്? ഇപ്പോഴും ഇച്ചിരി തെളിഞ്ഞു വരുന്നുണ്ട് വെയിലൊക്കെ. അപ്പോൾ നമ്മൾ കോടനാട് വ്യൂ പോയിന്റ് കണ്ടു. നല്ല അടിപൊളി വ്യൂ പോയിന്റ് കേട്ടോ ഇത്. ഊട്ടി വരുവാണെങ്കിൽ ഇവിടെ വന്ന് എല്ലാവരും ഇവിടെ കാണണം. നല്ല രസമുണ്ട് കാണാൻ. ഉദകൈ 45. ഊട്ടിയിൽ നിന്ന് 45 കിലോമീറ്റർ ഉണ്ട് കോടനാടിലേക്ക്. കോതഗിരിയിൽ നിന്ന് 18 കിലോമീറ്റർ. എന്നാണേലേ നല്ല വ്യൂ പോയിന്റ്. ഇങ്ങോട്ടുള്ള വഴിയും നല്ല രസമാണ് കാണാൻ. മേട്ടുപ്പാളയം 45 കിലോമീറ്റർ ഉണ്ട്. ഇവിടുന്ന് ഇപ്പോൾ ഊട്ടിക്കും മേട്ടുപ്പാളയത്തിനും ഒരേ ദൂരമാണ്. 45 കിലോമീറ്റർ. തേയിലത്തോടിലെ പണിയൊക്കെ കഴിഞ്ഞ് അക്കമാര് വരുന്ന പൈപ്പിനെ ഒരു കൊലായി എന്നാ പറയുന്നത്. കൊലായി അല്ല, കൊളായി. അപ്പം വെള്ളം നിറച്ചു. വെള്ളം അധികം ആയില്ലായിരുന്നു കേട്ടോ. കുറച്ച് തീർന്നുള്ളായിരുന്നു. പകുതി പോലും തീർന്നില്ലായിരുന്നു. എന്നാൽ വൈകിട്ടോ രാവിലെ ഒന്ന് കുളിക്കാം. വൈകിട്ട് വിളിച്ചേക്കാം. 900 ഏക്കറൊന്നും അല്ല കോടനാട് എസ്റ്റേറ്റ്. ഇപ്പൊ ഇവിടെ ഞാൻ ചോദിച്ചപ്പം പറഞ്ഞേ 2800 ഏക്കറാന്നാ പറഞ്ഞേ. പിന്നെ അമ്മയുടെ തോഴിക്ക് അവിടെ ഒരു 800 ഏക്കർ വേറെ ഉണ്ടെന്നാ പറഞ്ഞു. അപ്പൊ അത്രയുണ്ട്. ഈ രണ്ടിടത്തും കൂടെ 2 ഹെലിപ്പാഡുണ്ട്. ആണോ? അതുപോലെ ഭയങ്കര സെറ്റപ്പാന്ന് പറഞ്ഞത്. അതെ, 10 ഗേറ്റ് എന്ന് പറയുമ്പോൾ ഓർത്ത് നോക്കി.
ആ 10 മുകളിലുണ്ടോയെന്നും അറിയില്ല. അതേപോലെ തന്നെ വേറൊരു കാര്യം കൂടെ പറഞ്ഞു. ഇവിടെ നമ്മൾ സ്റ്റേ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. അവരുടെ ഇവിടെ 4 പട്ടികളെ പുലി പിടിച്ചോണ്ട് പോയി. 4 പലപ്പോഴായിട്ട്, ഒരുമിച്ചല്ല, പുലി പിടിച്ചോണ്ട് പോയെന്ന്. അപ്പൊ പുലി ഇഷ്ടം പോലെ ഉണ്ട്. ഉണ്ട്. ഇവിടുത്തെ പാചകം അകത്ത് തന്നെ ആയിരിക്കും. വൈകുന്നേരം വണ്ടിക്കകത്ത് തന്നെ പാചകം ചെയ്തേക്കാം, വെളിയിൽ ഇറങ്ങണ്ട. അത് ഓണാക്കടാ ഇത് ഓണാക്കടാന്ന് പറഞ്ഞ് എന്നോട് വൈകിട്ട് വെളിയിൽ ഇറങ്ങാൻ പറയില്ല, ഞാൻ ഇറങ്ങുകയല്ല. ജനറേറ്റർ ഒക്കെ പിന്നെ ഓണാക്കണ്ടേ? അതിപ്പോ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടേക്കാം. നമ്മുടെ പുരയിച്ചി തലവി ജയലളിത അമ്മാവിടെ ബംഗ്ലാവിന് മുന്നിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ എന്നാൽ കാണത്തില്ല. അതെ, അങ്ങോട്ട് കയറി പോകണം. അകത്തോട്ട് കയറ്റി വിടത്തുമില്ല. അതുകൊണ്ട് നമുക്ക് പോയേക്കാം. കോടനാട്ടിലെ സൂര്യാസ്തമയം, സൂര്യനൊക്കെ ആ മലകൾക്കപ്പുറത്ത് അസ്തമിക്കാൻ പോവാ. പിന്നെ നമ്മൾ കോടനാട്ടിൽ സ്റ്റേ ആണ്. അപ്പം വൈകുന്നേരം നമ്മൾ എവിടെയെങ്കിലും വണ്ടിയൊക്കെ ഒതുക്കി ചെറിയൊരു കുക്കിംഗ് പരിപാടിയൊക്കെ ഉണ്ട്. അപ്പം അതിൻ്റെ വീഡിയോ ഫാമിലി വ്ളോഗിലായിരിക്കും. എന്നാൽ പിന്നെ ഊട്ടി യാത്രയുടെ ബാക്കി കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം. പിന്നെ കാണാം.